നമസ്കാരം. ഇന്ന് 17-ാം നൂറ്റാണ്ടിലെ ഔറംഗാബാദിലുള്ള പഞ്ചക്കി അഥവാ വാട്ടർ മിൽ, വെള്ളം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അരവ് മില്ലിൻ്റെ പ്രവർത്തനം, അതും 17-ാം നൂറ്റാണ്ടിൽ ഏതാണ്ട് 300 വർഷത്തിനപ്പുറം നിർമ്മിച്ച ജഹാംഗീറിൻ്റെ ഉദ്യോഗസ്ഥനായ തുഗ്ലക് ഖാൻ, അക്കാലത്ത് ഔറംഗാബാദിൽ ജീവിച്ചിരുന്ന ഈ പ്രദേശത്തുണ്ടായിരുന്ന സൂഫി സന്യാസിമാർ, അതിൽപ്പെട്ട ബാബാ ഷാ മുസാഫർ എന്ന് പറയുന്ന സൂഫി പണ്ഡിതന് വേണ്ടിയിട്ട്, അവിടെയുള്ള ആളുകൾക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു വാട്ടർ മില്ലാണ് ഇത്. ജലാശയത്തിൽ നിന്ന് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു പൈപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് വെള്ളം കൊണ്ടുവരുന്നത്. മണ്ണ് കൊണ്ടുണ്ടാക്കിയ പൈപ്പിലൂടെ വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഇവിടെ പുറത്തേക്ക് ശക്തമായിട്ട് ഇതിൻ്റെ ടർബൈനിലേക്ക് ചാടിക്കുന്നതും അങ്ങനെ ഈ അരവ് യന്ത്രം പ്രവർത്തിക്കുന്നതും. ഇതിൻ്റെ മുകൾ ഭാഗം പലതും നഷ്ടപ്പെട്ടു. അക്കാലത്ത് ധാരാളം സന്ദർശകർ ഈ ബാബാ ഷാ മുസാഫറിൻ്റെ അടുത്തേക്ക് വരാറുണ്ടായിരുന്നുവെന്നും അവർക്കൊക്കെ തന്നെ ധാരാളമായി ഭക്ഷണം നിർമ്മിക്കേണ്ടത് കൊണ്ടാണ് ഈ അരവ് യന്ത്രം ഈ രൂപത്തിൽ നിർമ്മിക്കാൻ തയ്യാറായത്. ഈ വെള്ളം ഇത് ഉപയോഗിച്ച ശേഷം സമീപത്തുള്ള ജലാശയത്തിലേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. നമുക്കതൊന്ന് കാണാം. ആയിരത്തി 1744 മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിൻ്റെ ഉദ്യോഗസ്ഥനായ തുഗ്ലക് ഖാൻ ഇത്തരത്തിലുള്ള ജലവിതരണ സംവിധാനം രൂപകൽപ്പന ചെയ്തത്. 6 കിലോമീറ്റർ അകലെയുള്ള കുന്നിൻ മുകളിലെ അരുവിയിലെ ജലമാണ് ഈ രൂപത്തിൽ മൺപൈപ്പിലൂടെ പഞ്ചക്കിയിലെത്തിച്ച് അരവ് യന്ത്രം കറക്കിയ ശേഷം സമീപത്തുള്ള വലിയ ജലസംഭരണിയിൽ നിറയ്ക്കുന്നത്. ഈ ജലമാണ് സൂഫികളുടെ അടുത്ത് വന്നിരുന്ന സന്ദർശകരും മറ്റും ഉപയോഗിച്ചിരുന്നത്. റഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ സൂഫി വര്യനായിരുന്നു ബാബാ ഷാ മുസാഫിർ.